ചോക്കുമലയിലിരുന്ന് ചോക്ക് തേടിപ്പോയ ഒരാളുടെ കഥയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ഏറെക്കുറെ ആ കഥ പിന്തുടരുകയാണ്. മികവുള്ള വളരെ പരിചയസമ്പന്നരായ പേസർമാർ ഉണ്ടായിട്ടും പേസർമാരെ തേടിയിറങ്ങുന്നയാളാണ് അഗാർക്കർ. ടെസ്റ്റ്, ഏകദിന, T20 അടക്കം എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ പ്രധാന പേസറാണ് ജസ്പ്രീത് ബുംറ. എന്നാൽ ലോങ് ടൈമിൽ ഫിറ്റ്നസ് നിലനിർത്താൻ കഴിയാത്തത് ടീമിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ കളിച്ചെങ്കിലും കാൽമുട്ടിന് പരിക്കേറ്റു. കാർഡിഫിൽ വെച്ച് പരിക്കേറ്റ ബുംറ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ കളിച്ചതുമില്ല. പിന്നീട് ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇടം പിടിച്ചു. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലും മത്സരത്തിന് മുൻപേ വീണ്ടും BCCIയുടെ വാർത്താക്കുറിപ്പ്: ബുംറ കളിക്കില്ല. പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല. ജമ്മു കാശ്മീരിൽ നിന്നുള്ള പേസർ അക്കിബ് നബിയെ പകരം ഉൾപ്പെടുത്തി. നല്ല കാര്യം. ഡൊമസ്റ്റിക് സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടും ജമ്മു കാശ്മീരിനെ ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാക്കിയിട്ടും അവസാനം ഒരാൾക്ക് പരിക്കേറ്റപ്പോഴെങ്കിലും ടീമിൽ ചേർത്തല്ലോ. കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിൽ 12.56 ശരാശരിയിൽ 60 വിക്കറ്റുകളാണ് ബാരാമുള്ള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അക്കിബ് നബി സ്വന്തമാക്കിയത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കണം. ബുംറയുടെ പകരക്കാരനിലൂടെ മുഹമ്മദ് ഷമിക്കുള്ള വ്യക്തമായ സന്ദേശമാണ് അജിത് അഗാർക്കർ നൽകിയത്. ടെസ്റ്റ് മത്സരങ്ങളിൽ ദീർഘനേരം ബോൾ ചെയ്യാനുള്ള കായികക്ഷമത തെളിയിക്കാതെ മുഹമ്മദ് ഷമിക്കിനി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചുവരവ് എളുപ്പമാകില്ലെന്ന വ്യക്തമായ സൂചന നൽകുകയാണ് BCCI സെലക്ഷൻ കമ്മിറ്റി. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ശേഷം ഷമി ഇന്ത്യക്കായി ടെസ്റ്റ് മത്സരങ്ങളിലൊന്നും കളിച്ചിട്ടില്ല. പരിക്കുകളാണ് ആദ്യം തിരിച്ചടിയായതെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. ഷമിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിനാവശ്യമായ കായികക്ഷമത ഷമിക്കില്ലെന്നായിരുന്നു അഗാർക്കർ ഒരിക്കൽ പറഞ്ഞത്. എന്നാൽ അവസാന 7 രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്നായി 1383 പന്തുകൾ എറിഞ്ഞ ഷമി 16.72 ശരാശരിയിൽ 37 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. ഇതിൽ 3 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. കരിയറിലെ മികച്ച പ്രകടനമായ 90 റൺസിന് 8 വിക്കറ്റും ഈ കാലയളവിലാണ് ഷമി നേടിയത്. 35 വയസ്സ് പിന്നിട്ട ഷമിക്കിനി ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ വരാനിരിക്കുന്ന ദുലീപ് ട്രോഫി പോലെയുള്ള ടൂർണമെന്റുകളിൽ യുവ പേസർമാരെക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും തൻ്റെ കായികക്ഷമത പൂർണ്ണമായും തെളിയിക്കുകയും വേണം. മുൻപത്തെ പോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന യുവതാരങ്ങൾ ഇപ്പോൾ ടീമിലെ വെറും റിസർവ് കളിക്കാരല്ല, മറിച്ച് പ്ലേയിങ് 11ലേക്ക് നേരിട്ട് മത്സരിക്കുന്നവരാണ്. അതിനാൽ തന്നെ തികഞ്ഞ ഫിറ്റ്നസും ആധിപത്യമുള്ള പ്രകടനവുമില്ലാതെ മുതിർന്ന താരങ്ങൾക്ക് ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് ഇനി എളുപ്പമാകില്ല. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ ബൗളിംഗ് നയിക്കുക മുഹമ്മദ് സിറാജ് ആയിരിക്കും. പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, അക്കിബ് നബി എന്നിവരാണ് പേസാക്രമണം നയിക്കാനുള്ളത്. ഇതിൽ സിറാജ് ഒഴികെ മറ്റാരെങ്കിലും ബുംറയ്ക്കൊത്ത പ്രകടനം അല്പമെങ്കിലും നടത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാകും ഉത്തരം. ഇനി പുറത്തുള്ളത് ആരൊക്കെയാ? ഹർഷ്ദീപ് സിംഗ്, പ്രിൻസ് യാദവ്, ഹർഷിത് റാണ, അൻഷുൽ കാംബോജ് തുടങ്ങിയവർ. അതിൽ റാണയും പരിക്കിലാണ്. റാണ ഉൾപ്പെടെ എല്ലാവരും മാച്ച് വിന്നർമാരുടെ ഗണത്തിൽ പെടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിക്കാൻ ഇന്ത്യക്കിനി 9 മത്സരങ്ങളാണുള്ളത്. അതിൽ 6 എണ്ണത്തിൽ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സാധ്യതയുള്ളൂ. അതിൽ തന്നെ ശ്രീലങ്കയ്ക്കും ന്യൂസിലൻഡിനുമെതിരെ 2 മത്സരങ്ങൾ വീതം, ഓസ്ട്രേലിയക്കെതിരെ 5 മത്സരവും. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര നേടിയാൽ പോലും പേസർമാരെ തുണയ്ക്കുന്ന ന്യൂസിലൻഡിലെ പിച്ചിൽ ഇന്ത്യ എങ്ങനെ കളിക്കുമെന്ന് ചോദ്യചിഹ്നമാണ്. ഓസ്ട്രേലിയക്കെതിരായ 5 ടെസ്റ്റ് ഇന്ത്യയിലാണെങ്കിലും നാട്ടിൽ കളിക്കുമ്പോൾ പഴയ പ്രതാപമില്ല ഇന്ത്യക്ക്. ചരിത്രത്തിലാദ്യമായി ഹോം ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട നിലയിലാണ് ഇന്ത്യയുള്ളത്. ഇത് കഴിഞ്ഞ കഥ. ഇനി ഇതിനേക്കാൾ ആശങ്ക വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പാണ്. അടുത്ത വർഷം ദക്ഷിണാഫ്രിക്കയിലാണ് ലോകകപ്പ് നടക്കുന്നത്. അവിടുത്തെ പേസ് കണ്ടീഷനിൽ കളിക്കാൻ പാകത്തിൽ ബാറ്റർമാരും എറിയാൻ പാകത്തിൽ ബൗളർമാരും സജ്ജമാകണം. 1 വർഷമുണ്ട്. കൃത്യമായി സീനിയേഴ്സിനെ കളത്തിലിറക്കി എതിരാളികൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകാം ഇന്ത്യക്ക്. എന്നാൽ അജിത് അഗാർക്കറും BCCIയും ചോക്ക് തേടി പോവുക തന്നെയാണ്. ഇപ്പോൾ സെലക്ടർമാർ എന്താണ് ചെയ്യേണ്ടത്? മുഹമ്മദ് ഷമിയെയും ഭുവനേശ്വർ കുമാറിനെയും ടീമിലേക്ക് തിരിച്ചു വിളിക്കുക. ഷമിയേക്കാൾ 1 വയസ്സ് സീനിയറാണ് ഭുവനേശ്വർ. ഇപ്പോഴും മികച്ച ഫിറ്റ്നസ് സൂക്ഷിക്കുന്ന ഭുവി ഇക്കഴിഞ്ഞ IPLൽ 16 മത്സരങ്ങളിൽ നിന്ന് 28 വിക്കറ്റുകളാണ് നേടിയത്. RCBയെ തുടർച്ചയായി ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഷമി IPLൽ 13 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റ് നേടി. കഴിഞ്ഞ രഞ്ജിയിൽ 67 വിക്കറ്റ് എടുത്തു. കാശ്മീരിനെതിരായ സെമിയിൽ 8 വിക്കറ്റ് നേടിയിരുന്നു ഷമി. നോക്കൂ, ബുംറ, സിറാജ്, ഭുവി, ഷമി. വേറെ ആർക്കുണ്ട് ഇത്രയും വൈവിധ്യമുള്ള പേസ് ആക്രമണം? ഇനി പ്ലേയിങ് 11ൽ ഇതിൽ ഒരാളെ പുറത്തിരുത്തി ഓൾറൗണ്ടറായ ഹാർദിക്കിനെ പന്തേൽപ്പിച്ചാലും അത് ഗംഭീര ബൗളിംഗ് യൂണിറ്റ് ആകും.
2020-ൽ സ്ഥിരം ബോളറായ അർഷ്ദീപ് സിംഗിനെ റിസർവ് താരമായും ചേർക്കാം. ഇനി പ്രായമാണ് സീനിയേഴ്സിന്റെ പ്രശ്നമായി പറയുന്നതെങ്കിൽ 36-കാരൻ മിച്ചൽ സ്റ്റാർക്കും 35-കാരൻ ജോഷ് ഹേസൽവുഡും 33-കാരൻ പാറ്റ് കമ്മിൻസുമാണ് ഇപ്പോഴും ഓസ്ട്രേലിയയിൽ പേസ് ആക്രമണം നയിക്കുന്നത്. മാത്രമല്ല സഞ്ജു സാംസണ് പ്രായമായെന്ന് പറഞ്ഞവർ തന്നെയാണ് അതേ ഏജിലുള്ള ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കിയത്. 33-ാം വയസ്സിലാണ് സാരൻഷ് ജെയിനെ ഇതാദ്യമായി ടീമിലെടുക്കുന്നതും. ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ചോക്കുമലയിലിരുന്ന് ചോക്ക് തേടിപ്പോയ ഒരാളുടെ കഥയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നടക്കുന്നത്. കഴിവുള്ള ഫിറ്റ്നസ്സുള്ള സീനിയേഴ്സ് ഉണ്ടായിട്ടും ആരുടെയൊക്കെയോ ചീപ്പ് ഈഗോയുടെ പേരിൽ അവരെ തടയുന്നതിലൂടെ രാജ്യത്തിന്റെ പ്രകടനം തന്നെയാണ് മോശമാകുന്നത്.